ഫൈനലി ഇറ്റ്സ് ഓൺ. കേന്ദ്ര കായിക മന്ത്രാലയം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് സ്പോർട്സ് പാസ്പോർട്ട് ഇഷ്യൂ എന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഔദ്യോഗികമായിട്ട് അയച്ചിട്ടുണ്ട്. സെൻട്രൽ സ്പോർട്സ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് ഒഫീഷ്യൽ പ്രപ്പോസൽ പോയിരിക്കുകയാണ് സ്പോർട്സ് പാസ്പോർട്ട് ഇഷ്യൂ എന്ന വിഷയത്തിനെ സംബന്ധിച്ച്. ഈ ഒരു സ്പോർട്സ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഫുട്ബോളിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ആണ് വരാൻ പോകുന്നത്. കാരണം വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള നിരവധി വിദേശ താരങ്ങൾ പങ്കു തട്ടുന്നുണ്ട്. അവരാരും അവരുടെ പ്രൈമറി നാഷണൽ ടീമിൽ ഇടം പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് നാഷണൽ ടീം റെപ്രസെൻറ്റേഷൻ ഒരു സ്വപ്നമായി അവശേഷിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ എല്ലാവരുടെയും സെക്കൻഡ് ഓപ്ഷനായിട്ട് ഇന്ത്യ മാറും എന്നുള്ളത് ഉറപ്പാണ്. യാൻഡാണ്ടെ പോലെയുള്ള താരങ്ങൾ, ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാനുള്ള തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നിലനിൽക്കുന്നത്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെ പൗരത്വം ഇഷ്യൂ ചെയ്യുക, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ കേന്ദ്ര കായിക മന്ത്രാലയം ഔദ്യോഗികമായിട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. 2036 ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഡയസ്പോറയിൽ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള വിദേശ താരങ്ങളെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിന് കീഴിൽ അണിനിരത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ മുഴുവൻ നമുക്ക് ഫുട്ബോൾ ടീമിലും അണിനിരത്താൻ കഴിയും എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഏതായാലും ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് വരാൻ പോവുകയാണ്. കടൽക്കിഴവന്മാരൊക്കെ പടിയിറങ്ങാൻ തയ്യാറായിക്കോളൂ. ഇത് ഇന്ത്യ, പുതിയ ഇന്ത്യ വരാൻ പോവുകയാണ്.